ഗൈസ് തുടരും മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. കിഡിലൻ മൂവി എന്ന് പറഞ്ഞാൽ കിഡിലൻ മൂവി. ഞാൻ അങ്ങനെ ഒരു ഡൈഹാർഡ് ലാലേട്ടൻ ഫാനോ മമ്മൂക്ക ഫാനോ ഒന്നുമല്ല. പക്ഷേ സത്യം പറയാം, ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ത്രില്ലടിച്ചിരുന്ന് കണ്ട പടം എന്ന് പറയാം. ഞാൻ കഴിഞ്ഞ 10 വർഷത്തെ ലാലേട്ടൻ്റെ സിനിമകൾ ഞാൻ നോക്കുകയാണെങ്കിൽ പക്ഷേ ദൃശ്യമായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു ആസ് എ മൂവി ഒരു സ്റ്റോറി പറയുമ്പോൾ ഏറ്റവും നമ്മളെ ഞെട്ടിച്ച ദൃശ്യമാണെങ്കിൽ ഇതിലും സ്റ്റോറി കിടിലനാണ്. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറെ പിഴുതെടുത്തിട്ടുണ്ട് തരുൺ മൂർത്തി. ഞാൻ പറയാം, ഇതിലൊരു കുറ്റം നമുക്ക് കണ്ടുപിടിക്കാനില്ല. ലാലേട്ടൻ്റെ അസാധ്യ പെർഫോമൻസ്, മാസ്, സ്വാഗ്, ഫൈറ്റ്, കോമഡി കുറച്ചൊക്കെ ഉള്ളൂ. പക്ഷേ ഒരു കിടിലൻ പടമാണ്. നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. സൂപ്പർ മൂവി ഗൈസ്. തുടരും, എല്ലാവരും കാണും. ഓക്കെ, ബൈ ഗൈസ്. തുടരും മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. കിഡിലൻ മൂവി എന്ന് പറഞ്ഞാൽ കിഡിലൻ മൂവി. ഞാൻ അങ്ങനെ ഒരു ഡൈഹാർഡ് ലാലേട്ടൻ ഫാനോ മമ്മൂക്ക ഫാനോ ഒന്നുമല്ല. പക്ഷേ സത്യം പറയാം, ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ത്രില്ലടിച്ചിരുന്ന് കണ്ട പടം എന്ന് പറയാം. ഞാൻ കഴിഞ്ഞ 10 വർഷത്തെ ലാലേട്ടൻ്റെ സിനിമകൾ ഞാൻ നോക്കുകയാണെങ്കിൽ പക്ഷേ ദൃശ്യമായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു ആസ് എ മൂവി ഒരു സ്റ്റോറി പറയുമ്പോൾ ഏറ്റവും നമ്മളെ ഞെട്ടിച്ച ദൃശ്യമാണെങ്കിൽ ഇതിലും സ്റ്റോറി കിടിലനാണ്. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറെ പിഴുതെടുത്തിട്ടുണ്ട് തരുൺ മൂർത്തി. ഞാൻ പറയാം, ഇതിലൊരു കുറ്റം നമുക്ക് കണ്ടുപിടിക്കാനില്ല. ലാലേട്ടൻ്റെ അസാധ്യ പെർഫോമൻസ്, മാസ്, സ്വാഗ്, ഫൈറ്റ്, കോമഡി കുറച്ചൊക്കെ ഉള്ളൂ. പക്ഷേ ഒരു കിടിലൻ പടമാണ്. നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. സൂപ്പർ മൂവി ഗൈസ്. തുടരും, എല്ലാവരും കാണും. ഓക്കെ, ബൈ.